ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുന്ന ബാലൻ പറയും, പോട്ടെ മോളെ, സാരമില്ല, നീ സമാധാനമായിട്ടൊന്ന് നോക്ക്, ചിലപ്പം കണക്ക് എവിടെയെങ്കിലും നീ എഴുതാൻ വിട്ടുപോയതായിരിക്കും എന്ന് പറയാം. ഇല്ല ബാലച്ച, കണക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് എന്നും എഴുതി വെക്കുന്നതാ എന്ന് ദേവി അപ്പോൾ പറയാം. എടത്തി സമാധാനപ്പെട്, വിട്ടുപോയേക്കാം, മനുഷ്യരല്ലേ എന്ന് മീനു അപ്പോൾ പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് പറയും, ദേവി, ആ കടയിലെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു. നീ ഇങ്ങനെ അലക്ഷ്യമായി ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും രൂപയുടെ കുറവ് വന്നത് എന്ന് ചോദിക്കുക. അതേ ആനന്ദേട്ട, എനിക്കറിയാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണെന്ന്. ഞാൻ എന്നും കണക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കുന്നത് ആനന്ദേട്ട, ആദ്യമായിട്ട് ഇങ്ങനെ എന്ന് പറയണേ. അത് കേൾക്കുന്ന മീനു പറയും, എടുത്ത് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആനന്ദ് അപ്പോൾ പറയാണ്, മീനു നീ എന്താ ഈ പറയുന്നത്, എങ്ങനെ വഴി ഉണ്ടാക്കാന്ന്? ഇത്രയും പൈസയുടെ കുറവുണ്ടായതിന് ഇവൾ ഉത്തരവാദിത്വം തന്നെ പറയണം. നീ 5000 രൂപ ദേവിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുക. എടാ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കണക്ക് കൂട്ടുമ്പം ഇങ്ങനെയുള്ള ചില പിഴവുകളൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ബാലൻ ചോദിക്കുക. അത്രേ ഉള്ളൂ എന്ന് ഗോമതിയും പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് പറയും, അമ്മേ, കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ പിഴവുകൾ അത്ര നിസ്സാരമായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടൊരു മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമായിരുന്നോ എന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന എല്ലാവരും തല കുനിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ദേവി പറയും, ബാലച്ച, ഇതെൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാ, എനിക്കറിയാം. എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ബാലച്ചൻ ഈ പൈസ കുറച്ചോ എങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് ദേവി പറയാണ്. ആ കാര്യം ബാലച്ച സമ്മതിച്ചാലേ ഞാൻ ഇനി കടയിലേക്ക് വരത്തുള്ളൂ എന്ന് ദേവി വീണ്ടും പറയാം. അപ്പോൾ ബാലൻ പറയും, ശരി, സമ്മതിച്ചിരിക്കുന്നു, ദേവിയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെ സമാധാനിക്കാം, പോരെ എന്ന് ബാലൻ വീണ്ടും പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്കും സമാധാനമാവുക. പെട്ടെന്ന് ആനന്ദ് പറയും, അതുകൊണ്ടായില്ലല്ലോ അച്ഛ എന്ന് ചോദിക്കുക. ഇനി എന്താടാ നിനക്ക് എന്ന് ബാലനപ്പം ആനന്ദിനോടായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. പണം മോഷ്ടിച്ചത് ആരാന്ന് കണ്ടെത്തണ്ടേ എന്ന് ആനന്ദ് പറയാം. മോഷ്ടിക്കുകയോ എന്ന് എല്ലാവരും അപ്പോൾ പരസ്പരം നോക്കുക. മോഷ്ടിച്ചെന്നോ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? പിന്നല്ലാതെ എന്നപ്പോൾ ആനന്ദ് ചോദിക്കാം. ആ പണം വെറുതെ നഷ്ടപ്പെട്ടതല്ല എന്ന് ആനന്ദ് പറയണം. അതാരോ മോഷ്ടിച്ചത് തന്നെയാ, അത് കണ്ടെത്തുക തന്നെ വേണം. ഇവരിത് എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ എന്ന് ഗോമതി അപ്പം ബാലനോട് ചോദിക്കുകയാണ് കേട്ടോ. ഏട്ടൻ എന്താ ഈ വിളിച്ച് പറയുന്നത് എന്ന് ആരും ചോദിക്കുക. നമ്മുടെ കടയിൽ നിന്ന് പണം ആര് മോഷ്ടിക്കാനാ? അന്ന് 25,000 രൂപ നഷ്ടപ്പെട്ടപ്പം അത് മാമൻ എടുത്തതാണെന്ന് ചിലതൊക്കെ തെറ്റിദ്ധരിച്ചല്ലോ. അന്നെന്തേ ആരും ഇങ്ങനൊന്നും പറഞ്ഞില്ല? നമ്മുടെ കടയിൽ നിന്ന് പണം ആര് മോഷ്ടിക്കാനെന്ന്? അന്ന് നടന്ന അതേ കാര്യം തന്നെയാണ് ഇന്നും നടന്നിരിക്കുന്നത്. തുക കുറഞ്ഞു പോയതുകൊണ്ട് മോഷണം അല്ലാതെ ആകുന്നില്ലല്ലോ. ഇന്നെന്താ അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മറുപടി ദേവമംഗലത്ത് ആർക്കുമില്ലേ. അപ്പം ബാലൻ ചോദിക്കാം, എടാ ആനന്ദേ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ മനസ്സിലെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ചുറ്റി വളയ്ക്കാതെ തെളിച്ചു പറ, മനുഷ്യനൊട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. ഈ കാര്യം അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അല്ലച്ച എന്ന് ആനന്ദ് പറയണം. അപ്പം ആനന്ദ് എന്താ പറയാൻ പോകുന്നതെന്നോർത്ത് ഭയന്ന് വിറച്ചാണ് ദേവി അവിടെ നിൽക്കുന്നത്. അപ്പം ആനന്ദ് പറയും, കഥകൾ കറക്റ്റായിട്ട് പറഞ്ഞാലല്ലേ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. കഥയോ? എന്ത് കഥ എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. അതെ, അതിനു മുൻപേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്താ ചോദിക്കാനുള്ളത്? മാമൻ ഇപ്പോൾ ഗോമതി സ്റ്റോറിൽ വരാറില്ല, പിന്നെ ആരായിരിക്കും ആ പണം മോഷ്ടിച്ചത് എന്ന് ചോദിക്കാം. ഷെടാ, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? ആ പണം മോഷണം പോയെന്ന് ഇവിടെ ആരും കരുതുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം ആകാശം പറയും, ഏട്ടാ, നടന്നത് മോഷണമാണെന്ന് ഏട്ടൻ അങ്ങ് ഉറപ്പിച്ചോ? അതെ, 5000 രൂപ ഒരാൾ മോഷ്ടിച്ചത് തന്നെയാ എന്ന് ആനന്ദ് പറയാം. മോഷ്ടിച്ച ആളുണ്ടല്ലോ, അത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം എന്ന് പറയാം. മോഷ്ടിച്ച ആളെ വ്യക്തമായിട്ട് നിനക്ക് അറിയാമെന്നോ? നീ എന്തൊക്കെയാ ആനന്ദ് ഈ വിളിച്ചു പോകുന്നത് എന്ന് ബാലൻ ചോദിക്കുകയാണ്. പക്ഷെ ആളുടെ പേര് പറഞ്ഞ നിങ്ങൾ ആരും ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ആനന്ദ് വീണ്ടും പറയാണ്. കടയിൽ നിന്ന് നഷ്ടപ്പെട്ട പണം മോഷണം പോയതാണെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. ശരി, നീ പറ, ഇനി നീ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെ വെച്ചോ. ആ പണം മോഷ്ടിച്ചത് ആരാ? അപ്പം നീ തന്നെ അത് പറയുക വേണം. ആളുടെ പേര് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നല്ല നീ പറഞ്ഞോ, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് വീണ്ടും പറയാൻ കേട്ടോ ബാലന്. അപ്പം നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളായിരിക്കുമല്ലോ നിന്റെ മനസ്സിലുള്ളത്. പറ, ആരാന്ന് പറ. നീ ഇത്രയൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ആളുടെ പേരും ഇനി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ബാലൻ ആനന്ദിനോട് പറയുകയാണേ. അപ്പോൾ ഓരോ നിമിഷവും ദേവിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. കാരണം ആനന്ദേട്ടൻ എന്തോ മനസ്സിൽ കരുതി കൂട്ടി തന്നെയാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കുക.
പെട്ടെന്ന് ആനന്ദ് പറയും, ആ പണം മോഷ്ടിച്ചത് മറ്റാരുമല്ല, ദേ ഇവളുടെ തന്തയാ എന്ന് പറഞ്ഞ് ദേവിയെ ചൂണ്ടിക്കാണിക്കും. ആ ഉദയഭാനു എന്ന് പറയാണ്. അത് കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നിൽക്കുക. നീ എന്തൊക്കെയായി പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവിക്കും തൻ്റെ അച്ഛനെ ഈ രീതിയിൽ പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. അപ്പം ദേവിയാണ് കണ്ണും മിഴിച്ചാണ് നിൽക്കുന്നത്. ആനന്ദേട്ടൻ എത്ര വലിയ പഴിയാ എന്നോട് ചാരിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ഗോമതി ആണെങ്കിൽ ആനന്ദിന്റെ മുന്നിലേക്ക് ചെന്ന് അവൻ്റെ ചെകിട് നോക്കി ഒരു അടി അങ്ങ് കൊടുക്കുക. നീ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയാണ് കേട്ടോ ഗോമതി. എന്താ എവിടെ വിളിച്ചു പറയേണ്ടതെന്ന് നിനക്കൊരു ബോധ്യം ഇല്ലേടാ എന്ന് വീണ്ടും ചോദിക്കുക. ദേവിമോളുടെ അച്ഛനെക്കുറിച്ചാണോടാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുക. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എല്ലാത്തിനും ഒരു അതിരുണ്ടടാ. ദേ വായിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മറ്റുള്ളവരെ നെഞ്ചിൽ തറച്ചു കയറുന്ന രീതിയിൽ ആവരുത് നീ സംസാരിക്കേണ്ടത് എന്ന് പറയാം. പെട്ടെന്ന് മീനു പറയും, ആനന്ദേട്ട ഇത് കുറച്ച് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ പറയാൻ ആനന്ദേട്ടൻ എങ്ങനെ സാധിക്കുന്നു? പെട്ടെന്ന് മിത്രയും പറയും, ആനന്ദേട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഉദയഭാനു സാറിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെ പറ്റി നിനക്ക് ഇങ്ങനെ ഒരു കള്ളം പഠിച്ചുവിടാൻ എങ്ങനെ മനസ്സ് വന്നടാ? ആനന്ദേ നീ കുടിച്ചിട്ടുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല, നല്ല ബോധത്തിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത് എന്ന് ആനന്ദ് പറയണം. ദേവിയാണെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാവണമെന്നില്ല, വെറും പച്ച കള്ളങ്ങളാ എന്ന് ആനന്ദ് വീണ്ടും പറയാം. അപ്പോൾ ഗോമതിക്ക് ഇതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ആനന്ദ് എന്തൊക്കെയോ കള്ളങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയണം. അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളൊന്നും അല്ല. ആനന്ദേ ഉദയഭാനു സാറിനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അയാളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അച്ഛാ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക, നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല. പെട്ടെന്ന് ആകാശ് പറയും, ഉദയഭാനു അങ്കിളിനെ പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടില്ലേ? അന്വേഷിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞത് അന്വേഷിച്ചിട്ടില്ല എന്ന് ആകാശ് പറയാം. മുമ്പൊരിക്കൽ അങ്കിളിൻ്റെ കാര്യത്തിൽ ഈ ആരിനൊരു സംശയം വന്നിരുന്നു. അന്ന് മാമനും ഞാനും അങ്കിളിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പോയിരുന്നു എന്ന് പറയണേ. അങ്കിൾ ഒരു ഫ്രോഡൊന്നും അല്ല. ഉദയഭാനു അങ്കിൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. മിക്കവാറും നിങ്ങളെ അയാളെക്കുറിച്ച് അന്വേഷിച്ചതേ അയാളോട് തന്നെ ആയിരിക്കും എന്ന് ആനന്ദ് അപ്പം പറയാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ നല്ല ഭയന്നാണ് നിൽക്കുന്നത്. എന്തൊക്കെ ഇവൻ ഈ വിളിച്ചു പറയുന്നത്? അപ്പം ഗോമതിക്കും ദേഷ്യം വരിക. അല്ലാതെ അയാളെപ്പോലെ ഒരാളെക്കുറിച്ച് ആരും നല്ലൊരു അഭിപ്രായം പറയാൻ പോകുന്നില്ല എന്ന് വീണ്ടും പറയാം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുകയാണോ എന്നുള്ള ഭയം ദേവിക്ക് വരുന്നുണ്ട്. അയാളൊരു കള്ളനാണ്, എല്ലാവരെയും ചതിക്കുന്ന പേരും കള്ളൻ. എടാ നീ എന്തൊക്കെയാടെ വിളിച്ച് പറയുന്നത് എന്ന് വീണ്ടും ഗോമതി ചോദിക്കുക. നിങ്ങൾക്കാർക്കും അയാളെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും അയാൾ ഇപ്പോൾ അത്രയ്ക്ക് വലുതാണല്ലോ. എന്നോട് അയാൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാം. അപ്പോൾ ബാലൻ പറയും, ആനന്ദേ നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തൊക്കെയാടെ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദ് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഞാനെന്തിനാ നിങ്ങളെ എല്ലാവരെയും കൂടി വേദനിപ്പിക്കുന്നത്? ഞാൻ സ്വയം വേദനിക്കുന്നുണ്ട്, അത് മതിയല്ലോ എന്ന് ചോദിക്കാം. ആനന്ദേ നീ പറഞ്ഞേ പറ്റൂ. ഒരു പാവം പെണ്ണിന്റെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛനെ അപമാനിച്ച് നീ സംസാരിച്ചു, അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു മകൾക്കും അത് സഹിക്കാൻ സാധിക്കില്ല. നമ്മുടെ അനുവിന്റെ മുന്നിൽ വെച്ച് എന്നെപ്പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ സാധിക്കോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോമതി പറയും, ഉദയഭാനു സാർ കള്ളനാണെന്ന് നീ വിളിച്ചു കൂവിയല്ലോ, എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത് പറഞ്ഞത്? അമ്മയ്ക്കും അച്ഛനും തെളിവ് വേണോ എന്ന് ആനന്ദ് അപ്പം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവി വീണ്ടും തല കുനിച്ച് നിൽക്കുകയാണ്. ഞാൻ തെളിവ് തരാം, അപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പം ആനന്ദേട്ടൻ എന്ത് തെളിവാണ് കാണിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ദേവി ഭയന്ന് വിറച്ചാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. അച്ഛനും അമ്മയും ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം. എന്നെ നിങ്ങൾക്ക് അല്പം പോലും വിശ്വാസമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനു മുൻപ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്, അതെല്ലാവരും അറിയണം എന്ന് പറയാം. എൻ്റെ ചുറ്റിനും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ എന്ന് വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ്. ഇത്രയും കാലം എല്ലാം ഉള്ളിലൊതുക്കി ഞാൻ വേദനിച്ച ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ അടക്കി പിടിച്ച് ഞാൻ മടുത്തു. എനിക്കിനിയും വയ്യ, ഇതൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ. ഇനിയെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങണം. ഇനിയെങ്കിലും എല്ലാവരും എല്ലാം അറിയണം എന്ന് പറയാം. പെട്ടെന്ന് ദേവി വിളിക്കും, ആനന്ദേട്ട എന്ന് പറഞ്ഞ് തല ആട്ടിക്കാണിക്കുക. പ്ലീസ് പറയരുതെന്ന്. നിങ്ങൾ കണ്ടില്ലേ
അവൾ എൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചുന്നത് കണ്ടില്ലേ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ദേവിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിയാണെങ്കിൽ പ്ലീസ് ആനന്ദേട്ട എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇപ്പം അവളെ രക്ഷിക്കാൻ നോക്കുന്നത് ആരെയാണെന്ന് അറിയാവോ? അവളുടെ കുടുംബത്തെ, എന്നെ ചതിച്ച അവളെയും അവളുടെ കുടുംബത്തെ അവൾ രക്ഷിക്കാനായിട്ട് നോക്കുന്നത് എന്ന് പറയാണ്. ഇവൻ ഇത് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. എൻ്റെ മനസ്സിലെ നീറ്റൽ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിൽക്കണം എന്ന് ആനന്ദ് വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്. കുറേ നാളായിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല. ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര കാലങ്ങളായെന്ന് നിങ്ങൾക്കറിയാവോ? ഉറങ്ങാനായിട്ട് എനിക്കൊട്ട് പറ്റാറുമില്ല. ഇങ്ങനെ ഞാനങ്ങ് ഒരു യന്ത്രം പോലെ ജീവിക്കുന്നു. അതൊന്നും അവൾക്കൊരു വിഷയമല്ല. അവൾക്ക് അവളുടെ ജീവിതം, അവളുടെ സന്തോഷം. അവൾ ഇപ്പോഴും എന്നോട് കെഞ്ചുന്നു, നാണം കെട്ട് എന്ന് ആനന്ദ് പറയാ. ഒന്നും പറയരുത്, ആരും ഒന്നും അറിയരുത്. എല്ലാവർക്കും അവരവരുടെ ജീവിതമാണല്ലോ വലുത്. അറിയാതെ പിന്നെ എത്ര നാൾ ഈ കള്ളത്തരം ഇങ്ങനെ മൂടി വെക്കും? എത്ര നാൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം എന്ന് വീണ്ടും ആനന്ദ് ചോദിക്കുക. ഞാനും ഒരു മനുഷ്യനാ, എത്രയെന്ന് വെച്ച് എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കും? അതോ ഇങ്ങനെ നീർ ഞാൻ മരിക്കണോ? എനിക്ക് പറ്റാണ്ടായി. ഇനിയും ഇതിലധികം ദുഃഖങ്ങളൊന്നും എനിക്ക് താങ്ങാൻ സാധിക്കില്ല. ഇനിയും ഈ വേദന സഹിച്ച് ഇങ്ങനെ ജീവിച്ച ഞാൻ ചിലപ്പം ശങ്കുപൊട്ടി ചത്തുപോകും എന്ന് ആനന്ദ് പറയാണ്. എനിക്ക് അത്രയും വയ്യാണ്ടായി എന്ന് കരഞ്ഞോണ്ടാണ് കേട്ടോ ആനന്ദ് പറയുന്നേ. മോനെ ആനന്ദേ, നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നേ എന്ന് ബാലനപ്പ ചോദിക്കാം. എടാ മോനെ, ഇത്രയും വലിയ എന്ത് സങ്കടമാണ് നിൻ്റെ ഉള്ളിൽ നീ കൊണ്ടു നടക്കുന്നത്? ഇവിടെ എല്ലാവരോടും പറയാനുള്ള അവകാശം നിനക്കില്ലേ? ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ നിൽക്കില്ലേ? പെട്ടെന്ന് ഗോമതി ചോദിക്കും. നിൻ്റെ ഉള്ളിൽ നീറ്റുന്ന ആ വേദന എന്താണെന്ന് ഞങ്ങൾക്കറിയണം. ഇല്ലമ്മേ, ഒന്നുമില്ല. ഞാനിനി ആരോടും ഒന്നും പറയുന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോയതാ എന്ന് ആനന്ദ് പറയാ. എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വീണ്ടും പറയാണ്. അങ്ങനെയല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലാതെ ഏട്ടൻ ഇത്രയും പറയില്ല. ഏട്ടൻ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അതെന്താ ഏട്ടാ? ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും പറയാൻ കഴിയില്ലേ? ഞങ്ങളിൽ നിന്നൊന്നും ഒളിക്കാൻ നോക്കണ്ട എന്ന് ആകാശ് പറയാം. ആനന്ദേട്ടാ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെന്ത് ദുഃഖം വന്നാലും നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കില്ലേ? പിന്നെ ആനന്ദേട്ടൻ എന്തിനാ സഹിക്കുന്നത്? ഇന്ന് വരെ അങ്ങനെയല്ലേ? ഏട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. അപ്പം ഇത്രയും പറയും. അതെ ആനന്ദേട്ടാ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കൊരു വഴി കണ്ടെത്താം. ഏട്ടൻ ധൈര്യമായിട്ട് പറയുക. എന്തിനിങ്ങനെ വേദന സ്വയം സഹിക്കണം എന്ന് ചോദിക്കുക. ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരം കാണാം. നിങ്ങൾ ആരും കൊണ്ടും കഴിയില്ല എന്ന് ആനന്ദ് കരഞ്ഞുകൊണ്ട് വീണ്ടും പറയാം. അപ്പം ദേവി ആനന്ദ് ഏട്ടൻ ഒന്നും പറയല്ലേ എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അത്രയ്ക്ക് മാനസിക വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഏട്ടൻ ഇപ്പം വലിയൊരു കുഴിയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്കറിയാവോ എന്ന് കരഞ്ഞുകൊണ്ട് ആനന്ദ് വീണ്ടും പറയാം. അവിടെ നിന്ന് ഒരിക്കലും ഏട്ടന് കര കയറാൻ സാധിക്കില്ല. അവിടുന്ന് ഇങ്ങനെ കര കയറണമെന്ന് ഏട്ടനൊട്ട് അറിയത്തുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ആനന്ദിൻ്റെ ഇത്രയും നെഞ്ചുപൊട്ടിയുള്ള സംസാരം കേൾക്കുമ്പം ബാലന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആനന്ദ് വീണ്ടും അവിടെ നിന്ന് കരയാണ്. എൻ്റെ ജീവിതം അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എന്നോ പോയതാ എന്ന് പറയാം. അപ്പോൾ കോമതിയും സ്തംഭിച്ച് നിൽക്കുക. ഇത്രയും തകർന്ന ഒരു അവസ്ഥയിൽ ആനന്ദിനെ കണ്ടിട്ടില്ല. എന്താ മോനെ, നിന്റെ ജീവിതം കയ്യിൽ നിന്ന് പോയെന്നോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് ബാലൻ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ഇവിടെ ഇപ്പം എന്താടാ ഉണ്ടായത്? നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേടാ എന്ന് ചോദിക്കുക. എന്ന് ഗോമതി അടുത്തേക്ക് ചെല്ലാണ്. എടാ, നീ എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ തീറ്റിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയടാ എന്ന് ചോദിക്കുക. അമ്മേ, എനിക്കിത് പറയാൻ പറ്റുന്നില്ല. എന്ത് പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുക. എനിക്കിനിയും വയ്യ. അതറിയുമ്പോൾ നിങ്ങളെല്ലാവരും അത്രയധികം വേദനിക്കും. നിങ്ങൾക്ക് ആർക്കും അത് സഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ നിങ്ങളെ കൂടി വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കുക. എടാ മോനെ, നിന്നെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താണെന്ന് നീ ഞങ്ങളോട് പറ. നീ അത് തുറന്നു പറയാനൊട്ട് തയ്യാറാകുന്നുമില്ല. നിൻ്റെ ഉള്ളിൽ അത് കിടന്നാൽ നീ ഇല്ലാതായി തീരില്ല മോനെ. ഞങ്ങളുടെയൊക്കെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കോ നിൻ്റെ അച്ഛനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഒരു സമാധാനം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. വേണ്ടമ്മേ, ആരും ഒന്നും അറിയണ്ട. ഞാൻ ഒറ്റയ്ക്ക് നീറി ജീവിച്ചോളാം. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കുകയും ചെയ്യണ്ട എന്ന് പറയാണ്. എടാ മോനെ, നീ ഇങ്ങനെ പറയല്ലേ. ഇല്ലടാ, പറഞ്ഞേ പറ്റൂ എന്ന് ബാലൻ പറയാ. നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. നീ മര്യാദയ്ക്ക് പറയണം, അല്ല നീ ഇത്രയൊന്നും പറയരുതായിരുന്നു എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആനന്ദ് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എടാ, നീ എന്താണെന്ന് വെച്ച് തുറന്നു പറയുന്നുണ്ടോ?
എന്താടാ അച്ഛ എന്നും പറഞ്ഞ് ആനന്ദ് അടുത്തേക്ക് ചെന്ന് വിളിക്കുകയാണ്. എടാ കാര്യം പറ, എനിക്കത് പറയാൻ പറ്റില്ല അച്ഛ എന്ന് വീണ്ടും പറയാ. അപ്പൊ ദേവി സമാധാനത്തോടെ ഒരു ദീർഘനിശ്വാസം വിടുകയാണ് കേട്ടോ. ആനന്ദേട്ടൻ പറയില്ലല്ലോ. എടാ നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നേ എന്ന് ചോദിക്കുക. അപ്പം ആനന്ദാണെങ്കിൽ ബാലനെ കെട്ടിപ്പിടിച്ച് കരയുക. എന്തിനാടാ നീ ഇങ്ങനെ കരയുന്നേ? അയ്യോ ഇതെന്താടാ, എൻ്റെ പൊന്നു മോനല്ലേടാ, നീ ഇങ്ങനെ കരയല്ലേടാ, പറയടാ, കാര്യം എന്താണെന്ന് പറയടാ എന്ന് ഗോമതിയും പറയാ. അപ്പൊ ആനന്ദിനെ ബാലനെ നിർബന്ധിക്കും. പറയടാ, നീ ഇങ്ങനെ സ്വയം നീറല്ലേടാ, നീ ഇങ്ങനെ തകർന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലേ അത് ചെറിയൊരു കാര്യമല്ല, എന്തോ വലിയ കാര്യമാ. എന്താണെന്ന് പറയടാ, പറ. നീ ഇങ്ങനെ മനസ്സിൽ വെച്ച് നീറല്ലേടാ, എന്താടാ നിന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്ന് ഗോമതി ചോദിക്കാം. മോനെ, എടാ ഞങ്ങളൊക്കെ നിനക്കില്ലേടാ, ദേ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും താങ്ങായിട്ടും തണലായിട്ടും ഞങ്ങളുണ്ട്, ഈ കുടുംബം മുഴുവനും ഉണ്ട്, പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ വേദനിക്കുന്നേ? അച്ഛ എന്ന് പറഞ്ഞ് ആനന്ദ് വിളിക്കുക. ഞാനത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തകർന്നു പോകും, നിങ്ങളുടെയൊക്കെ സങ്കടം കൂടി ഞാൻ കാണേണ്ടി വരും, എന്തിനാടാ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദിൻ്റെ അവസ്ഥ കാണുന്ന ആകാശും ആര്യനും ഒക്കെ പരസ്പരം നോക്കുക. നിങ്ങളൊക്കെ തകർന്നു പോകുന്നത് അത് എനിക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, അതൊക്കെ വെറും നിസ്സഹായനായി എനിക്ക് നോക്കി നിൽക്കേണ്ടിയും വരും, എനിക്കൊന്നും ചെയ്യാനില്ല, അതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുക. എന്താടാ മോനെ, എൻ്റെ അച്ഛൻ തകർന്നു പോകും, എൻ്റെ അച്ഛൻ ഒരു തെറ്റുകാരനെ പോലെ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും, അതെനിക്ക് കാണാൻ സാധിക്കില്ല, അതുകൊണ്ടാ ഞാനിത് ആരോടും പറയാത്തത് എന്ന് പറഞ്ഞ് ആനന്ദ് ബാലൻ്റെ മുന്നിൽ നിന്ന് കരയുക. അതെനിക്ക് കാണാൻ സാധിക്കില്ല അച്ഛാ, എൻ്റെ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം, എൻ്റെ അച്ഛൻ തോറ്റു പോകാൻ പാടില്ല, എൻ്റെ അച്ഛനെ ഞാൻ തോൽപ്പിക്കേയില്ല എന്ന് പറയാം. ഏട്ടൻ ഇപ്പം എന്താ പറഞ്ഞേ, നമ്മുടെ അച്ഛൻ തെറ്റുകാരനായി നിൽക്കേണ്ടി വരുമെന്നോ എന്ന് ആര്യനപ്പ ചോദിക്കാം. ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത്, കാര്യം പറയുന്നുണ്ടോ, ഏട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അതിന് മാത്രം എന്ത് കാര്യം ഏട്ടൻ ഇത്രയും കാലം ഉള്ളിൽ കൊണ്ട് നടന്നത് എന്ന് ആര്യൻ വീണ്ടും ചോദിക്കാം. ആനന്ദേ പറയടാ എന്ന് ഗോമതിയും പറയാ. ഇനി നീ ഒന്നും ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കരുത് എന്ന് പറയാ. പെട്ടെന്ന് ദേവി മുന്നിലേക്ക് കയറി നിൽക്കുക. ആനന്ദേട്ടാ പ്ലീസ്, നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കാം, ദയവ് ചെയ്ത് ഇപ്പം ആരോടും ഇത് പറയരുത്, ഇപ്പം ഇവിടെ ഉള്ളവരെ വിഷമിപ്പിക്കല്ലേ പ്ലീസ് ആനന്ദേട്ട എന്ന് പറയാ. ഇവിടെ ഉള്ളവരെ വിഷമിപ്പിക്കുന്നു എന്ന് ആനന്ദ് അപ്പം ദേവിയോട് ചോദിക്കുക. ഇപ്പോഴും നീ അതാ പറയുന്നേ, ഇപ്പോഴും നീ സത്യം പറയുന്നില്ല എന്ന് പറയാ. ആനന്ദേട്ട പ്ലീസ് ആനന്ദേട്ട എന്ന് പറയാം. അപ്പം ആനന്ദിനങ്ങ് ദേഷ്യം വരാം. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കള്ളം പറയണോടി എന്ന് ചോദിക്കുക. അപ്പം ദേവി കൈ കൂപ്പി നിൽക്കുക. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കള്ളം പറയണമെന്ന്, അതല്ലേടി ഇപ്പോഴും നീ എന്നോട് ഇരക്കുന്നത്, നാണം കെട്ടവളെ എന്ന് ചോദിക്കുക. ആനന്ദേ നീ എന്താ മോനെ ഇത്, ദേവിയോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്തിനാ? ആദ്യം നീ ഉദയഭാനു സാറിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, ഇപ്പം നീ ദേവി മോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും ഇവളെ മനസ്സിലാകുന്നില്ലല്ലേ എന്ന് ചോദിക്കുക. ആനന്ദേ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, കുഞ്ഞ് നഷ്ടപ്പെട്ട അന്നു മുതൽ ദേവിയെ നീ ശത്രുവിനെ പോലെയാ കാണുന്നേ, ഇതൊന്നും ശരിയല്ല എന്നട്ടോ പറയുന്നേ എന്ന് ഗോമതി ചോദിക്കാം. മോനെ നീ എന്താടാ ഇങ്ങനെ, ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്കുക, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ദേവി കാരണമല്ല, ദേവി ഒരിക്കലും കാരണക്കാരി ആയിട്ടില്ലടാ എന്ന് പറയാം. അപ്പം ബാലനും പറയും, അതെ ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അന്ന് നടന്ന കാര്യങ്ങൾ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാ ഞങ്ങൾ എന്ന് പറയാം. മോനെ നീ തെറ്റിദ്ധരിക്കുന്നത് പോലെ ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടി ദേവി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും പറയണേ. അപ്പം ദേവി തല കുനിച്ച് നിൽക്കുക. ഈ കുടുംബത്തെ രക്ഷിക്കാനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, ദേവി മോൾ നിരപരാധിയാടാ, നീ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്ത എന്ന് പറയാ. ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ദേവിമോളെ കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണ മാറിക്കിട്ടുള്ളൂ എന്ന് ഗോമതിയും ദേവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആനന്ദിനോട് സംസാരിക്കുക. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ലടാ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പം ആ നഷ്ടത്തിൽ അച്ഛനേക്കാൾ വേദനിക്കുന്നത് അമ്മയാ എന്ന് ഗോമതി പറയണം. ഇതിനൊന്നും മറുപടി ഇല്ലാതെ തല കുനിച്ച് ആനന്ദ് കരഞ്ഞുകൊണ്ടൊരു പുച്ഛത്തോടു കൂടി നിൽക്കുക. നിന്റെ മനസ്സിലെ വേദനയും വിങ്ങലും ഒന്നും ദേവി കാരണം സംഭവിച്ചതല്ല, ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ, മതി, നിർത്ത് എന്ന് ആനന്ദ് അപ്പം ഗോമതിയോട് ദേഷ്യത്തോടു കൂടി കൈ ഉയർത്തി കാണിക്കുക. അപ്പം പെട്ടെന്ന് ആനന്ദിൻ്റെ ഭാവം മറന്ന് കാണുന്ന ഗോമതിയും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദ് പറയും, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരി ഇവളല്ലെന്ന് ഓരോരുത്തരും മാറി മാറി പറയുന്നുണ്ടല്ലോ, ശരി ആയിക്കോട്ടെ, പക്ഷേ
എന്ന് പറഞ്ഞ് ആനന്ദ് വീണ്ടും നിർത്തുക. ഇവളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിങ്ങളോടൊക്കെ ഞാൻ ഒരു ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. എന്താടാ നിങ്ങൾക്കെല്ലാം ഇവളെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ദേവി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് വീണ്ടും എല്ലാവരും ആനന്ദിനോട് മാറി മാറി ചോദിക്കുക. അമ്മ ഇപ്പം പറഞ്ഞല്ലോ, എന്താടാ അമ്മയുടെ ഈ മോള് നിരപരാധിയാണെന്ന്. അപ്പം ഗോമതി അതെ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. മരുമോളെ പോലെയല്ല, സ്വന്തം മകളെ പോലെയല്ലേ അമ്മ സ്നേഹിക്കുന്നേ എന്ന് ചോദിക്കാം. അപ്പം ഗോമതി അതേ എന്നുള്ള രീതിയിൽ തലയാട്ടാണ്. അല്ല, സ്വന്തം മക്കളെക്കാൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ, ഇവളെ സ്നേഹിച്ചിട്ടില്ലേ, അമ്മയ്ക്ക് എല്ലാവരിലും സ്നേഹം ഇവളോടല്ലേ. പക്ഷെ അമ്മേ എന്താടാ എന്നപ്പോൾ ഗോമതി ചോദിക്കാണ്. അങ്ങനെ അമ്മ സ്നേഹിക്കുന്ന ഈ ദേവിയെക്കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കാം. എന്നാടാ നീ പറയുന്നേ എന്നുള്ള രീതിയിൽ ഗോമതി നോക്കുക. മീനാക്ഷി മിത്ര എന്നും പറഞ്ഞ് അവരെയും വിളിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഈ ഇടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പം മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുക. ദേ നിൽക്കുന്നു എൻ്റെ അനിയന്മാര്, പറയടാ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങളുടെ ഈ നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം, നിങ്ങൾക്കും ഭയങ്കര പ്രിയമല്ലേ ഇവളോട് എന്ന് ചോദിക്കാം. അതിനുശേഷം ബാലൻ്റെ നേർക്ക് നിൽക്കുക. അച്ഛൻ എന്തൊക്കെ അറിയാം, അനുവിന് നേരെ ചെന്ന് ചോദിക്കും. നിന്റെ ഇടത്തി എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് അനുവിനോട് ചോദിക്കുകയാണ്. കണ്ടു അവൾ കരയുന്നേ, അമ്മയ്ക്കറിയാവോ, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ഗോമതി പറയും, അത് എന്തോ വലിയ പഠിത്തമൊക്കെ പഠിച്ചതല്ലേ, അച്ഛനറിയാവോ എന്ന് വീണ്ടും ബാലനോട് ചോദിക്കുകയാണേ. മീനു നിനക്കറിയാവോ, ഏടത്തി MA ലിറ്ററേച്ചർ അല്ലേ പഠിച്ചേ എന്ന് അപ്പം മീനാക്ഷി ചോദിക്കുക. MA ലിറ്ററേച്ചറോ എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പുച്ഛത്തിൽ ചിരിക്കുക. ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചത് എന്ന് പറയാം. അല്ല, ഈ വീട്ടിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ വിശ്വസിച്ചത്, അവളെ അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചതാ എന്ന് പറയാം. അപ്പം അത് കേൾക്കുന്ന ആരും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. അമ്മയുടെ ഈ ദേവിമോളുണ്ടല്ലോ, അമ്മയുടെ പുന്നാര മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് വിളിച്ചു പറയാണ്. അത് കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. ഈ ആനന്ദേട്ടൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നുള്ള രീതിയിൽ. അതുപോലെ ബാലനും ഗോമതിക്കും അല്പം പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം അമ്മേ, ഇത് അമ്മയുടെ ഈ ദേവിമോളുണ്ടല്ലോ 10ാം ക്ലാസ്സിനപ്പുറം കോളേജോ സ്കൂളോ കണ്ടിട്ടില്ല, 10ാം ക്ലാസ് ആണ് അവളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് വീണ്ടും പറയാം. അപ്പം ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇത് എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നേ? അപ്പം ദേവി തകർന്നു നിൽക്കുന്ന കാണുന്ന ഗോമതി പറയും, നീ എന്നതാടാ ഈ പറയുന്നേ? അതെ, അത് തന്നെയാ, അതാണ് റിയാലിറ്റി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോഴത്തേക്കും മിത്ര ചോദിക്കും, 10ാം ക്ലാസ്സോ? അപ്പോൾ ബാലനും പറയും, ആനന്ദേ നീ എന്താണ് ഈ പറയുന്നത്? അച്ഛന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ എന്ന് ചോദിക്കുക. അച്ഛൻ വിശ്വസിച്ചേ പറ്റൂ എന്ന് ആനന്ദ് വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ ദേവിയെപ്പറ്റി ആനന്ദ് എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.